മലയാളത്തിന് ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങളെ സമ്മാനിച്ച നമ്മളുടെ വളരെ പ്രിയങ്കരനായ മുകേഷ് ഏട്ടനാണ് ഇന്നത്തെ നമ്മളുടെ അതിഥി. മുകേഷ് ഏട്ടാ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. അപ്പോൾ മുകേഷ് ഏട്ടൻ്റെ എന്തൊക്കെയാണ് പുതിയ പുതിയ വിശേഷങ്ങൾ? ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിശേഷം എന്ന് പറയുന്നത് മത്തായി കുഴപ്പക്കാരനല്ല എന്ന ഞാൻ പറയാം സതുദ്ദേശ ചിത്രം. അതായത് എല്ലാ ആൾക്കാരും, പ്രത്യേകിച്ചും മലയാളി സമൂഹം ഏറ്റവും കൂടുതൽ കണ്ടിരിക്കേണ്ട ഒരു കഥ, ഒരു സിനിമയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിത് ഒരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടി പറയുന്നു എന്ന് തെറ്റിദ്ധരിക്കാം. കണ്ടു കഴിഞ്ഞതിന് ശേഷം ആൾക്കാർ പറയും പറഞ്ഞതിനകത്ത് കാര്യമുണ്ടെന്ന് പറയും. കാരണം അത്രമാത്രം റെലവൻ്റ് ആയിട്ടുള്ള നമ്മുടെ കേരളത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നും ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഓരോരോ പ്രശ്നങ്ങളാണ്. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം മത്തായി കുഴപ്പക്കാരനല്ല എന്ന സിനിമയുടെ കഥാതന്തു, അത് തരുന്ന വാർണിംഗ്, അത് തരുന്ന മെസ്സേജാണെന്ന്. കുടുംബ ബന്ധങ്ങൾ തകരുന്നു. നമ്മൾ ഒരു 15 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 10 കൊല്ലം മുമ്പ് നമ്മളുടെ ഫാമിലി കോർട്ടുകളിൽ ഉണ്ടായിരുന്ന ഈ ഡൈവേഴ്സ് കേസുകളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിലും ഇരട്ടിയോ 2 ഇരട്ടിയോ 3 ഇരട്ടിയോ അല്ല, 10 ഇരട്ടിയിൽ കൂടുതൽ കേസുകൾ ഒരിക്കലും പരിഹരിക്കാൻ പെടാൻ സാധ്യതയില്ല. കാര്യം ആ കേസുകൾ വരണമെങ്കിൽ വർഷങ്ങളെടുക്കും. അത്രമാത്രം കേസുകൾ, എത്രയോ കുടുംബ കോടതികൾ ഉണ്ടായാൽ പോലും പരിഹരിക്കാൻ, അടുത്ത കാലത്തെങ്ങും പരിഹരിക്കാൻ കഴിയാത്തത്ര കേസുകൾ. രാവിലെ വിവാഹം കഴിക്കുന്നു, ഉച്ചയാകുമ്പം പിണങ്ങി പിരിയുന്നു. ആദ്യം കുറച്ച് നാൾ മുമ്പ് നമ്മുടെ പേപ്പറിൽ വന്ന ഒരു ന്യൂസായിരുന്നു. ഗുരുവായൂർ പെൺകുട്ടിയുടെയും ആണിൻ്റെയും ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും ആഗ്രഹമായിരുന്നു ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് കല്യാണം നടത്തണം. രാവിലെ കല്യാണം നടന്നു, ഉച്ചയായപ്പം ആ സൽക്കാരങ്ങൾക്ക് ആര് പൈസ കൊടുക്കും? രണ്ടുപേരും സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സാണ്, വിദ്യാഭ്യാസത്തിന് കുറവില്ല, ബാക്കിയുള്ള കുടുംബ പശ്ചാത്തലത്തിന് കുറവില്ല. അങ്ങനെ ഒരു ഈഗോ വന്നിട്ട് അയാളല്ലേ കൊടുക്കേണ്ട, ഞാനല്ലേ കൊടുക്കേണ്ട. ഉച്ചയായപ്പം ഡൈവേഴ്സ് ചെയ്തു. അന്നതൊരു ന്യൂസായിരുന്നു. പക്ഷേ ഇന്നതൊരു ന്യൂസ് അല്ല, അത് ഒരു സാധാരണ ഒരു പ്രക്രിയ. പിന്നെ എൻ്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്താൽ പിന്നെ ഡൈവേഴ്സ് അല്ലാതെ എല്ലാ കാര്യങ്ങൾക്കും ഒന്നും പറഞ്ഞ് രണ്ടാമത്തേന് പണ്ടത്തെ കാലത്ത് ഒരുപാട് കടമ്പകൾ കടന്നിട്ട് വേണം ഒരു ഡിവേഴ്സിലോട്ട് ചെല്ലാൻ. എന്നാൽ ഇന്ന് അതല്ല. ആദ്യം പറഞ്ഞ് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നിച്ച് ജീവിക്കാൻ പ്രയാസമായിരിക്കും, ലെറ്റ് അസ് സെപ്പറേറ്റ്. അത് ശരിക്കും ക്യാൻസർ പോലെ പടരുന്നു. നമ്മളുടെ ഭാര്യ ഭർത്താക്കന്മാർ അവർക്ക് അവരുടെ വാശി, അവരുടെ ഈഗോ, പക്ഷേ അവിടെ കൊണ്ട് തീരുന്നില്ല. ആ കുട്ടികൾ, 1-2 കുട്ടികൾ, ചെറിയ കുട്ടികളാണ്. അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ദുരന്തങ്ങൾ, അവരഭിമുഖീകരിക്കേണ്ട പ്രയാസങ്ങൾ, ഷോക്കുകൾ, അത് അടുത്ത തലമുറയാണ് ബാധിക്കുന്നത്. അതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പോൾ അതിനെല്ലാം ശരിക്കും ഒരു മറുപടി, ഒരു വാർണിംഗ്, അതാണ് മത്തായി കുഴപ്പക്കാരനല്ല എന്നുള്ള ചിത്രം. ഈ ചിത്രത്തിൽ മുകേഷ് ഏട്ടൻ്റെ ക്യാരക്ടറിനെ കുറിച്ചൊന്ന് പറയാമോ? എൻ്റെ കഥാപാത്രം ഡോക്ടർ നന്ദഗോപൻ, സിറ്റിയിലെ ഏറ്റവും പ്രഗത്ഭനായ ഹാർട്ട് സ്പെഷ്യലിസ്റ്റാണ്. വലിയ MLA ആയാലും മന്ത്രി ആയാലും ഒക്കെ ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം വരട്ടെ, നന്ദഗോപൻ വരട്ടെ. അനുയായികൾ പറയുന്നു, അണികൾ പറയുന്നു, നേതാവ് ബോധം തെളിച്ചതിന് ശേഷം നന്ദഗോപൻ ഹോസ്പിറ്റലിൽ വിട്ടാൽ മതി. അത്രമാത്രം പ്രാഗൽഭ്യമുള്ള ഒരു ഡോക്ടർ. എന്നാൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്ത് ഒരു അസ്വാരസ്യം ഉണ്ടാകുമ്പോൾ, ഭാര്യയുമായിട്ടൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ ഈ വലിയ പ്രഗത്ഭനായിട്ടുള്ള ആൾ അറിഞ്ഞുകൂടാ. കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്ന കുട്ടിയുണ്ട്. കുട്ടിയുടെ മുമ്പിൽ വെച്ചിട്ട് ഇവർ വഴക്കിടുന്നു. ഈ പറയുന്ന വലിയ വിദ്യാസമ്പന്നന്മാരും വലിയ പ്രതിഭകളും അല്ലെങ്കിൽ വലിയ പണക്കാരും എല്ലാം തന്നെ എന്താണ് കുടുംബം നിലനിർത്താൻ ചെയ്യേണ്ടത് എന്ന് മലയാളിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതിനിടയിലേക്ക് വരുന്ന മത്തായിമാർ എന്ന് ഞാൻ പറയും. ഒരുപാട് മത്തായിമാർ ഉണ്ടാവണം. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻസ്, അദ്ദേഹം പറയുന്ന ഒരു കുടുംബം എന്ന് പറയും. ഇത്രയും വലിയ പ്രഗത്ഭനായ ഡോക്ടർ അന്താളിച്ച് നിൽക്കുകയാണ്. 1-2 സന്ദർഭങ്ങളിൽ ചോദിക്കുന്നുണ്ട്, നീ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ തന്നെ ആണോ? നിനക്കിതെങ്ങനെ പറയാൻ പറ്റുന്നു? എല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതൊന്ന് കൂട്ടിയോജിപ്പിച്ച് ചിന്തിക്കാനോ പ്രാവർത്തികമാക്കാനോ ഒരു വലിയ ആളിന് പോലും കഴിയുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ടിപ്സുകൾ വളരെ രസകരമായി ഹ്യൂമറസായിട്ട്
നമ്മളുടെ മനസ്സിലേക്ക് എത്തിക്കുകയാണ് അക്കു അക്ബർ ചെയ്തിരിക്കുന്നത്. പൊതുവേ ഈ ഇപ്പോൾ നോർമൽ ലൈഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരാളിങ്ങനെ ഇൻ്റർഫിയർ ചെയ്യുമ്പോൾ, ഇപ്പോൾ മത്തായിനെ പോലെ ഒരാൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ വിചാരിക്കാറില്ലേ, ആളൊരു കുഴപ്പക്കാരനാണോ, നമ്മളുടെ ജീവിതത്തിൽ അനാവശ്യമായിട്ട് എന്തിനാ ഇയാൾ, അതുപോലൊരു ഇതിലെ മത്തായി എങ്ങനെയാണ്, ഒരു കുഴപ്പക്കാരനായ മത്തായി ആണോ? അല്ല, വളരെ യാദർച്ഛികമായിട്ടൊരു ഡോക്ടർ നന്ദഗോപൻ്റെ വീട്ടിലേക്ക് വരികയും പിന്നീട് ജീവിതത്തിലേക്ക് വരികയും അങ്ങനെ നമ്മളറിയാതെ നമ്മളുടെ പ്രശ്നത്തിലേക്ക് ഇടപെടുന്നു. ഇയാളെ വീട്ടിൽ നിന്ന് വരെ ഇറക്കി വിടുന്നുണ്ട്. മലയാളിയുടെ ശരിക്കുള്ള സ്വഭാവം, നീ എൻ്റെ വീട്ടിൽ കയറി എൻ്റെ കാര്യത്തിൽ നീ ഇടപെടാനാണ്, ഗെറ്റ് ഔട്ട്. പക്ഷെ അയാളെ തിരിച്ച് വരേണ്ടതായിട്ട് വരുന്നു. അയാൾ എൻ്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ, എന്നാൽ പിന്നെ എന്തെങ്കിലും നീ സോൾവ് ചെയ്ത് ആ തരത്തിലേക്ക് ഡോക്ടർ എത്തേണ്ടതായിട്ട് വരുന്നു. അത് ഡോക്ടർ എന്നുള്ളതല്ല, ആരുടെ ജീവിതത്തിലും നടക്കാൻ സാധ്യതയുള്ള, ഇപ്പം മലയാളിയുടെ ഏറ്റവും വലിയൊരു ദുരഭിമാനം അല്ലെങ്കിൽ ചിന്ത എന്ന് പറയുന്നത്, ലോകത്തെന്തു ദുരന്തം നടന്നാലും എന്ത് പ്രശ്നം വന്നാലും എനിക്ക് സംഭവിക്കില്ല, അത് ഞാൻ സേഫാണ്. ഒരാൾ ഉപദേശിക്കാൻ ഒരു കാര്യം ഇങ്ങോട്ട് ഒന്ന് കൗൺസിലിങ്, നീ എന്തെങ്കിലും ഒരു കൗൺസിലിങ്ങിന് പോകുന്നത് നന്നായിരിക്കും, ഞാൻ അങ്ങോട്ട് കൗൺസിൽ ചെയ്യാം, എന്നെ കൗൺസിൽ ചെയ്യാം, അതിനുള്ള വിവരവും വിദ്യാഭ്യാസവും ഒക്കെ എനിക്കുണ്ട്. ഇങ്ങനെ പറയുന്ന ആൾക്കാരെല്ലാം വട്ടപൂജ്യങ്ങളാണ്. ഇവരുടെ ജീവിതത്തിലാണ് ഏറ്റവും വലിയ ദുരന്തങ്ങൾ സംഭവിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ മത്തായി കെട്ടാനിരിക്കുന്ന പെണ്ണിനെ ഉൾപ്പെടെ നമ്മൾ പുറത്താക്കിയിട്ട് പിന്നെയും അവർ കയറി വരേണ്ടതായിട്ട് വരും. അവർ കയറി വന്നേ പറ്റൂ. അങ്ങനെയുള്ള മത്തായിമാരും ആ തരത്തിലുള്ള ചിന്തകളുള്ള ആൾക്കാരും എല്ലാ കുടുംബങ്ങളിലും നമുക്കൊന്ന് ഷെയർ ചെയ്യാൻ ആളില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യേണ്ടത് അഭിപ്രായ വ്യത്യാസങ്ങളാണ്, സന്തോഷമല്ല. സന്തോഷം ഷെയർ ചെയ്തോളൂ. പക്ഷേ നമ്മുടെ ഫാമിലിയിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ സ്പോട്ട്, ഒരു ബ്ലാക്ക് സ്പോട്ട്, അത് എത്രയും പെട്ടെന്ന് തുടച്ച് മായ്ക്കപ്പെടണം. എന്നാൽ മാത്രമേ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ. പക്ഷെ നമ്മളത് ചെയ്യാറില്ല. നമ്മളത് വളർത്തുകയാണ്, മനസ്സിലിട്ട് വളർത്തി തമ്മിൽ അഭിപ്രായ വ്യത്യാസം കൂടി അവസാനം ആര് വിചാരിച്ചാലും ഇത് അഭിപ്രായ വ്യത്യാസം മാറത്തില്ല എന്നുള്ളൊരു സ്ഥിതിയാകുമ്പോഴാണ് നമ്മളൊന്ന് പുറത്ത് പറയുന്നത്. അപ്പം അവിടെയൊക്കെയാണ് നമ്മൾ തിരുത്തപ്പെടേണ്ടത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ സിനിമ നന്മയുടെ സിനിമയാണെന്നും ഇതിനകത്ത് ഭാഗപക്കാകാൻ കഴിഞ്ഞത് ഒരു പുണ്യമാണെന്നും ഞാൻ കരുതുന്നു. അതുപോലെ ഈ ഒരു ഡോക്ടർ വേഷം, ഇതിനു മുമ്പ് നമ്മൾ ശക്തമായ ഡോക്ടർ വേഷം ലക്കി സ്റ്റാറിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡോക്ടർ വേഷത്തിന് എന്താണ് ഒരു പ്രത്യേകത ഉള്ളത്? അല്ല, ഇത് പറയുന്ന കഥ കുടുംബ ശിഥിലീകരണം, കുടുംബങ്ങളുണ്ടാകുന്ന സ്വാരസ്യങ്ങളെ പറ്റി പറയുന്നു. അത് ഡോക്ടറാണെങ്കിലും നമ്മളുടെ മലയാളികളുടെ ഒരു ചിന്ത അല്ലെ രീതി എന്ന് പറയുന്നത് ഡോക്ടർ വലിയ ആളാണ്. അപ്പം നമുക്കെല്ലാവർക്കും അറിയാം, ഞാനൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്നത് എൻ്റെ മകൾക്ക് ഒരു ഡോക്ടറെ കല്യാണം കഴിക്കണം. അപ്പം ഞാൻ ലോയ്ക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളെ ലോ അക്കാഡമിയുടെ ഹോസ്റ്റലിലൊന്നും ഒരു വിവാഹ ബ്രോക്കറേയും കാണത്തില്ല. എന്നാൽ എൻ്റെ സുഹൃത്തുക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഹോസ്റ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ പ്രായം ഉള്ള ഒരുപാട് പേര് ചില ബാഗൊക്കെ ആയിട്ട് അവിടെ നിൽക്കുകയാണ്. ആദ്യം എനിക്ക് മനസ്സിലായില്ല. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഫസ്റ്റ് ഇയറിലേക്ക് കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇങ്ങനെ പിന്നെ മക്കൾക്ക് ഡോക്ടറിനെ ഫസ്റ്റ് ഇയറിൽ തന്നെ കണ്ടുമുട്ടി ആ ജാതിയും മതവും അവരുടെ കാസ്റ്റും ഒക്കെ നോക്കിയിട്ട് ചൂണ്ടയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു വലിയ മതിപ്പ് ഡോക്ടർമാർക്കുണ്ട്. ഒരുപക്ഷെ അക്കു അക്ബറിൻ്റെ മനസ്സിൽ വന്ന ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും പ്രശ്നങ്ങൾ തീർത്തു കൊടുക്കുന്ന, എല്ലാവരുടെയും അസുഖങ്ങൾ തീർത്തു കൊടുക്കുന്ന നമ്മൾ ഡോക്ടർ വളരെ സ്നേഹസമ്പന്നനാണ്. നമ്മുടെ അടുത്ത് സംസാരിക്കുന്നതൊക്കെ വളരെ വിനയത്തോടെയാണ്. അങ്ങനെ ഒരാളുടെ അതർ സൈഡ് എന്ന് പറയുന്നത് അയാൾക്കൊരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് ഡോക്ടറെ നേരെ ചൊവ്വയെ നിർത്താൻ പറ്റുന്നില്ല. അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ, അവരുടെ അസ്വാരസ്യങ്ങൾ വളർന്നു വലുതായി വരും നാച്ചുറലായിട്ട്. അല്ലാതെ നമ്മൾ കഥാപരമായിട്ട് അങ്ങനെയുള്ളൊരു സംഭവമല്ല. ഡോക്ടറുടെ ഭാഗത്ത് ശരിയുണ്ട്, അവരുടെ ഭാഗത്ത് ശരിയുണ്ട്. തെറ്റെവിടെയാണ് അത് ചൂണ്ടിക്കാണിക്കപ്പെടുകയും പരിഹരിക്കപ്പെടുകയും ചെയ്യേണ്ടതാണ്. പക്ഷെ നമ്മൾ അതിന് മെനക്കെടുന്നില്ല. അതുതന്നെയാണ് ശരിക്കും ഈ ഫാമിലി ദുരന്തങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം. അതുപോലെ ഇതിലെ ക്യാരക്ടർ, ലക്ഷ്മി ചേച്ചിയുടെ ക്യാരക്ടർ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഇപ്പം ഞാൻ വളരെ പാവപ്പെട്ട ഒരാൾ കഠിനാധ്വാനം കൊണ്ട് ഡോക്ടറായതാണ്. എന്നെ ലക്ഷ്മി വിലക്കെടുക്കുകയായിരുന്നു. ലക്ഷ്മിയുടെ വീട്ടുകാർ മകൾ
ഡോക്ടറുടെ വൈഫാകണം, ഡോക്ടറായിരിക്കണം മരുമകൻ എന്ന് ഭയങ്കരമായ ഹുങ്കോട് വിശ്വസിക്കുന്ന ഒരു അമ്മായിയമ്മ. കാര്യം അതെല്ലാം തന്നെ ജീവിതത്തിൽ പല കഥകളിലും പല സന്ദർഭങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. യഥാർത്ഥ ജീവിതത്തിൽ ഒരുപാടുണ്ട് തന്നെ. പക്ഷേ അപ്പം നമ്മൾ വിചാരിക്കും ഈ ഡോക്ടർ ഭാഗത്തായിരിക്കും എല്ലാം ശരിയും. അപ്പം ഡോക്ടർ, ഞാൻ രോഗികൾക്ക് വേണ്ടി ഒരു രോഗിയെ രക്ഷിക്കുന്നത് തെറ്റാണോ? ഒരു ഹോസ്പിറ്റലിൽ ഞാൻ ഇത്രയും സമയം സ്പെൻഡ് ചെയ്യുന്നത് തെറ്റാണോ? നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. എന്നാൽ ഒരു കുടുംബം നയിക്കുമ്പോൾ അവർ ചോദിക്കുന്നത്, ഞാൻ സമ്പന്നയാണ്, ഞാൻ ഒരുപാട് പണക്കാരിയാണ്, എൻ്റെ അമ്മ വിലയ്ക്ക് വാങ്ങിയാണ്, അതൊക്കെ ശരിയായിരിക്കും. പക്ഷേ ഞാനൊരു ഭാര്യയാണ്, എന്നെ ശ്രദ്ധിക്കണം, എനിക്ക് എൻ്റേതായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്, എനിക്ക് എൻ്റേതായിട്ടുള്ള യാത്രകളുണ്ട്, എൻ്റേതായിട്ടുള്ള സ്വപ്നങ്ങളുണ്ട്, അതിനെൻ്റെ ഭർത്താവ് കൂടെ വേണം. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് വലിയ വലിയ കാര്യങ്ങളായിട്ട് മാറുന്നത്. ഒരുപക്ഷെ അക്ബർ ഈ കഥാപാത്രം ഒരു ഡോക്ടറാക്കിയത് തന്നെ സമൂഹത്തിൽ വേറൊരു ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത്രയും കൺവിൻസിങ് ആവത്തില്ല. ഇത് ആരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. എന്നാൽ അത് ഡോക്ടറാകുമ്പോൾ കുറെ കൂടെ റെലവൻസ് വരുമെന്നാണ്. ജയൻ കൂടെ ഒരു എന്താ പറയുക, ഒരുപാട് ഒരു ലോങ് കുറേ ഷോട്ടുകളും അതുപോലെ തന്നെ ഒരു ലോങ് ഫിലിം, അതായത് ഒരു ഫുൾ ഫിലിം ജയൻ കൂടെയുള്ള ഒരു കോമ്പിനേഷനിലുള്ള ഒരു ചിത്രമാണല്ലോ ഇത്. എങ്ങനെയുണ്ടായിരുന്നു ജയൻ കൂടെയുള്ള ഒരു? ജയൻ ഇപ്പം എൻ്റെ കൂടെ സജീവമായിട്ട് സ്ഥിരമായിട്ട് അഭിനയിക്കുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ കാണാതിരിക്കുകയോ ഞങ്ങൾ സുഹൃത്തുക്കളല്ലാതാകുകയോ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് ജയൻ വന്നപ്പം മുതൽ തന്നെ ജയൻ സ്റ്റേജിൽ നിന്നാണ് വന്നത്, മിമിക്രിയിൽ നിന്നാണ് വന്നത്. പിന്നെ ഒരുപാട് ഷോസിൽ ജയനുമായിട്ട് ഒന്നിച്ച് നമ്മൾ ഷോസിൽ പോകാറുണ്ട്. പിന്നെ അവിടെ ഇവിടെ എല്ലാം വെച്ചിട്ട് നമ്മൾ നിരന്തരം സമ്പർക്കം പുലർത്തുന്ന ആളാണ്. അപ്പം ജയൻ്റെ കപ്പാസിറ്റി എന്താണെന്നും ഏതൊക്കെ തരത്തിൽ ജയന് ഉയരാൻ കഴിയുമെന്നൊക്കെ എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അപ്പം ഇനി ജയനെപ്പറ്റി പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ജയൻ വളരെ പ്രയാസപ്പെട്ട് സ്വന്തം പ്രയത്നം കൊണ്ട് നേടിയെടുത്ത ഒരു സ്ഥാനം തന്നെയാണ്. എപ്പോഴും ഒരു ഡിഫറൻ്റായിട്ട് ചെയ്യാൻ, വളരെ അപൂർവമായിട്ട് ഉള്ള ആൾക്കാരിൽ ഡിഫറൻ്റായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്ത് ഫലിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ആക്ടറാണ്. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ഗുണം ജയനുണ്ടായത്. വളരെ വ്യത്യസ്തമായ ഒരു രീതിയിലാണ് ഈ ചിത്രം, അതായത് ഒരു ഫോൺ കോളിൻ്റെ ബേസിസിൽ ഒരുപാട് കമ്മ്യൂണിക്കേഷൻ നടക്കുകയും അങ്ങനെ ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു അപ്രോച്ചുള്ള, എങ്ങനെ ഇത് കൺവിൻസ് ചെയ്തു മുകേഷ് ചേട്ടനെ? എങ്ങനെ ഇത് കൺവിൻസ് ആയിട്ട് തോന്നിയത്? അത് തുടക്കത്തിൽ എനിക്കും ഇതേ അഭിപ്രായം ഞാൻ പിന്നെ എൻ്റെ ഡയറക്ടറോട് പറഞ്ഞിരുന്നു. ഈ ഫോൺ കോൾ എന്നൊക്കെ പറയുമ്പോൾ അത് മൊണോട്ടണസ് ആകുമോ? കാര്യം രണ്ട് വീട്ടിൽ നടക്കുന്ന സംഭവം രണ്ട് വീട്ടിൽ നടന്നേ പറ്റൂ കഥാപരമായിട്ട്. പിണങ്ങി നിൽക്കുന്ന രണ്ടുപേരാണ്. അപ്പോൾ രണ്ടുപേരുടെയും ഒന്നിച്ച് വരുന്നത് വളരെ അപൂർവമാണ്. അപ്പോൾ അത് ഞാൻ നേരിട്ട് പറയാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വന്ന് സീൻ ബൈ സീൻ പറഞ്ഞപ്പോൾ ഞാൻ ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് ബ്രില്യൻ്റ് എന്നാണ് ഞാൻ പറഞ്ഞത്. കാര്യം അതിനകത്തൊക്കെ നല്ല ഹോംവർക്ക്. അത് ആദ്യം തന്നെ ഒരു കാരണവശാലും ഒരു സെക്കൻഡ് പോലും ബോറടിക്കരുത്. ഒരു കാരണവശാലും ഒരു സീൻ പോലും വേറെ എവിടെയെങ്കിലും ഏതെങ്കിലും സീനുമായിട്ട് സാദൃശ്യം വരരുത്. അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ട് ഈ തിരക്കഥ എഴുതിയതുപോലെ ഉണ്ട്. അതാണ് ഞാൻ ബ്രില്യൻ്റ് എന്ന് പറയാൻ കാര്യം. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ മൊണോട്രസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു റൂമിൻ്റെ ഉള്ളിൽ ചിത്രീകരിക്കുമ്പോൾ ഒരു ഫോൺ കമ്മ്യൂണിക്കേഷനും ഒക്കെ വെച്ച് ചിത്രീകരിക്കുമ്പോൾ നമുക്ക് തോന്നാം ഇത് ഈ ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ ഈ ഒരു ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ തന്നെ എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് തോന്നാം. പക്ഷെ എല്ലാം വ്യത്യാസമാണ്. ഓരോ ഫോൺ കോൾ ബെല്ലടിക്കുന്ന ആ രീതി തന്നെ കഥയുടെ മുന്നേറ്റത്തിനനുസരിച്ചിട്ടാണ്. ആദ്യം അടിച്ച ഫോണല്ല രണ്ടാമത്തെ ഫോൺ, വീണ്ടും മൂന്നാമത്തെന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും കുഴപ്പത്തിലേക്ക് അത് രസച്ചരട് മുറിയാതെ കുഴപ്പത്തിലേക്ക് പോകുന്നു. കോംപ്രമൈസായി എല്ലാം ശരിയായെന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ കുഴപ്പം വരുന്നു. അപ്പോൾ അതെല്ലാം തന്നെ തുടക്കം മുതൽ തിരിഞ്ഞു നമ്മളെ ശരിക്കും ഒരു എന്താകും ആകണേ, ഇവരൊന്നിക്കണേ എന്നൊക്കെ ഉള്ള ഒരു പ്രാർത്ഥനയും എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. ജയൻ ചേട്ടൻ പറഞ്ഞു ലൊക്കേഷനിലൊക്കെ മുകേഷ് ചേട്ടൻ ഭയങ്കര എന്താ പറയുക ഒരുപാട് സ്റ്റോറീസ് പറയുകയും ഒരുപാട് എക്സ്പീരിയൻസസ് പണ്ട് 12-ാം വയസ്സിൽ നടന്ന കാര്യങ്ങൾ മുതൽ ഇങ്ങനെ ഓർത്ത് വെച്ച് പറയുകയും ഒക്കെ ചെയ്യുന്നു. എന്താ ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ലൊക്കേഷനിലുള്ള ഒരു സ്പെഷ്യൽ? അത് നമ്മൾ ഒരുപാട് കാലം അങ്ങനെ പറഞ്ഞിരുന്നു. ഒരു ഇതുവരെ നമ്മൾ എന്തെങ്കിലുമൊക്കെ അവിടെ നടന്ന തമാശകളോ ഇതും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള. പക്ഷേ ഇപ്പോൾ അതെല്ലാം വിറ്റ് കാശാക്കാൻ
നമുക്ക് സാഹചര്യമുണ്ട്. അപ്പോൾ അതൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. വെറുതെ അത് ഫ്രീ ആയിട്ട് അത് കൊടുക്കാൻ പറ്റില്ല. കാര്യം അല്ലെങ്കിൽ മറ്റേ സ്ഥലത്ത് വന്നിട്ട് നമ്മൾ കള്ളം പറയേണ്ടി വരും. ഇവിടെ നടന്നിട്ടുള്ള ഒരു 15 കഥ ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. നല്ല വിലയ്ക്ക് വിറ്റ് കഴിഞ്ഞു. അപ്പോൾ ലൊക്കേഷൻ സ്റ്റോറീസും ഇപ്പോൾ വിൽക്കുന്ന ഒരു രീതിയാണല്ലേ. അതുപോലെ നെക്സ്റ്റ് എന്താണ് പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ? ഞാനിപ്പോൾ കാർണവർ എന്ന സിനിമയാണ് ഉടനെ തന്നെ റിലീസ് ചെയ്യുന്നത്. കാളിദാസ ഇൻ്റർനാഷണലിൻ്റെ ഒരു ഫാമിലി കൺസേൺ ആണ്. അപ്പോൾ ദിവ്യദർശൻ, അതായത് എൻ്റെ സഹോദരിയുടെ മകൻ എന്ന് പറയുന്നതിനേക്കാൾ എൻ്റെ അച്ഛൻ O മാധവൻ്റെ കൊച്ചുമകനാണ് ദിവ്യദർശൻ. ഹീറോയിൻ ജഗതി ശ്രീകുമാറിൻ്റെ മോളാണെങ്കിലും ഞാൻ പറയുന്നു ജഗതി NK ആചാര്യയുടെ കൊച്ചുമകൾ. അങ്ങനെ കൊച്ചു മക്കളുടെ ഒരു കൂട്ടായ്മ. അതിനകത്ത് പാട്ട് പാടിയിരിക്കുന്നത് ONV കുറുപ്പ് സാറിൻ്റെ കൊച്ചുമകൾ. അതിനകത്ത് പാട്ട് പാടി ഇരിക്കുന്ന പിന്നെ മെയിൽ സിംഗർ എന്ന് പറയുന്നത് പ്രൊഫസർ ഓമനക്കുട്ടിയുടെ കൊച്ചുമകൻ. അങ്ങനെ ഒരുപാട് കൊച്ചുമക്കളുടെ കൂട്ടായ്മ ഉള്ള ഒരു സിനിമയാണ്. അതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പിന്നെ ഞാൻ 1000 എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ, അതൊരു പുതിയ ഡയറക്ടറാണ്. 1000 രൂപ നോട്ടിൻ്റെ സഞ്ചാരമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഡിഫറെൻറ്റ് സബ്ജക്ട്സൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ത്രില്ഡാണ്. അപ്പം ഒരു 1000 രൂപ നോട്ട് അടിച്ച് വന്നു കഴിഞ്ഞ ശേഷം അതിൻ്റെ നറേഷൻ കഴിയുമ്പോൾ ഓഡിയൻസ് അറിയുകയാണ്. 1000 രൂപ നോട്ടിൻ്റെ ക്ലോസപ്പ് വന്നിട്ട് ഇത്രയും നേരം നിങ്ങൾ കേട്ടത് എൻ്റെ കഥയാണ്, ഞാൻ എങ്ങനെ സൃഷ്ടിച്ചു, പിന്നെ അതിൻ്റെ ഒരു യാത്രയാണ്. അപ്പം ഒരു നോട്ടിനകത്ത് നമ്മളൊരു പേര് എഴുതിയാൽ അത് കറങ്ങി നമ്മുടെ കയ്യിൽ തന്നെ വരും എന്നൊരു വിശ്വാസമുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ആ നോട്ട് പോയിട്ട് അത് സഞ്ചരിക്കുന്നത് തമാശകളിലൂടെ, സീരിയസിലൂടെ, ഭയങ്കരമായ തീവ്രവാദികളുടെ കൂടെ, ഒരു മനുഷ്യപ്പറ്റും ഇല്ലാത്ത ആൾക്കാരുടെ കൂടെ അങ്ങനെ വന്നിട്ട് അവസാനം എൻ്റെ കയ്യിൽ വരുന്നത് ഭയങ്കര ഒരു തോട്ടാണത്. അപ്പോൾ അങ്ങനെയുള്ള കാട്ടുമാക്കാൻ എന്ന് പറഞ്ഞ പുതിയൊരു ഷെല്ലി എന്ന് പറഞ്ഞൊരു പുതിയ ഡയറക്ടറിന് അദ്ദേഹത്തിൻ്റെ പടമാണ് ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇപ്പോൾ പുതിയ ആൾക്കാരുടെ ഒരു പ്രവാഹം കുറേ നാളായി തുടങ്ങിയിട്ട്. അപ്പം ഞാൻ പറയുന്ന എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ വിശ്വസിക്കുന്ന പുണ്യപ്രവൃത്തി എന്ന് പറയുന്നത് പുതിയ തലമുറയിലുള്ള ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുക, അവരെ കൊണ്ടുവരിക. കാര്യം അവരാണ് നയിക്കേണ്ടത്, നമ്മളല്ല. നമ്മൾ കുറേ നാൾ നയിച്ചു, ഞാൻ 33 കൊല്ലമായി. ഇപ്പം ഭാഗപക്കായി നിൽക്കുക ഇവരുടെ ടാലൻസ്. അപ്പം ഇപ്പം ഇങ്ങനെയൊക്കെ ഒരുപാട് കാലം കഴിയുമ്പം പുതിയ ഹീറോസ് വരുന്നതിൽ വിഷമമുണ്ടോയെന്ന് ഒരു ആങ്കർ എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ സന്തോഷിക്കുന്നതെന്ന് മാത്രമല്ല, പ്രതികാര ബുദ്ധിയോടെ സന്തോഷിക്കുന്ന ആളാണ്. അതായത് ഇവർ നൈറ്റിൽ ഫൈറ്റ് അല്ലെങ്കിൽ സോങ്, നൈറ്റ് സീൻസ്, രാത്രി 2 മണി എന്നൊക്കെ പറയുമ്പം എൻ്റെ മനസ്സിൽ തോന്നുന്നു ഞാൻ കുറെ ചെയ്താടാ, നീയൊക്കെ ചെയ്ത് അങ്ങനെ കയറി വാ എന്ന് പറയുന്ന അവർ ജോലി ചെയ്യുമ്പോഴാണ് നമ്മളെ സന്തോഷം. കാര്യം നമ്മൾ മാറിക്കഴിഞ്ഞാൽ അവരാണ് ഇനി കുറേ നാൾ കൊണ്ടുപോകാനുള്ളത്. അതുകൊണ്ട് അവർക്ക് ചാൻസുകൾ കൊടുക്കുക, അവരെ പ്രോത്സാഹിപ്പിക്കുക. ഇപ്പോൾ ഈ കുറേ കൊല്ലങ്ങളായിട്ടുള്ള ഇപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പോൾ എത്രയോ കഥാപാത്രങ്ങൾ ചെയ്തു കഴിഞ്ഞു, ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ. ഇപ്പോൾ ഈ മത്തായിലെ ക്യാരക്ടറാണെങ്കിൽ ശരി. അപ്പോൾ മുകേഷ് ഏട്ടൻ്റെ റോളുകളിൽ വരുന്ന ഒരു മാറ്റം സിനിമകളുടെ ഇപ്പോൾ ജനറേഷൻ അനുസരിച്ചും ആ ഒരു ചേഞ്ച്, ഇപ്പോൾ പറഞ്ഞ ആ പുതിയ ആൾക്കാരുടെ വരവിനനുസരിച്ചും ഒക്കെ വരുന്ന ഒരു മാറ്റം എങ്ങനെയുണ്ട്? അല്ല, ഞാൻ പല സന്ദർഭങ്ങളിലും ഞാനൊന്ന് മാറണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അപ്പം ചില സന്ദർഭങ്ങൾ ചില സിംറ്റംസ് നമുക്ക് കിട്ടും. അപ്പോൾ ഈ അടുത്ത കാലത്ത് കിട്ടിയ ഒരു സിംറ്റമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം ഇങ്ങനെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള, കുറച്ച് സീനിയറായിട്ടുള്ള റോളുകൾ നമുക്കെടുക്കാം. ഇനിയിപ്പം ഇങ്ങനെയുള്ള ഓടിച്ചാടി നടന്ന് അങ്ങനെ നമ്മളൊരു പോലീസ് ഓഫീസർ അല്ലെങ്കിൽ ഒരു ഡോക്ടർ, പക്ഷേ കഥാപരമായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം. നമ്മൾ ഹീറോ അല്ല എങ്കിൽ പോലും നമ്മളെ വിളിക്കുന്നത്, നമ്മൾ ചെയ്യുന്നതിനകത്തൊരു റീസണുള്ള റോളുകൾ എടുക്കാൻ തീരുമാനിച്ചു. അപ്പോഴാണ് ഞാൻ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് ഒരു നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടി ഏതോ കോളേജിൽ എന്തോ ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ടി വന്നു. അപ്പോൾ റോഡിൽ വെച്ച്, ഞാൻ നടക്കാൻ പോകുമ്പോൾ റോഡിൽ വെച്ച് ഈ കുട്ടിയെ കാണും. ഈ കുട്ടിയെ കാണുമ്പം ഇതെന്നെ ഫേസ് ചെയ്യത്തില്ല, ഇങ്ങനെ ഇങ്ങോട്ട് നോക്കി ഭയങ്കരമായിട്ട് പതറുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച ആദ്യത്തെ ദിവസം അങ്ങനെ ആയിരിക്കും. രണ്ടാമത്തെ ദിവസം ദൂരെ നിന്ന് എന്നെ കണ്ടപ്പോൾ തിരിഞ്ഞ് നടന്നതാണ്. അപ്പോൾ എന്തോ എൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്ക് ഒരു പതർച്ചയും, ഇങ്ങനെ 5-6 ദിവസമായപ്പോഴത്തേക്ക്
ഞാൻ ഈ കുട്ടിയെ തടഞ്ഞു നിർത്തി. എൻ്റെ പേര് മുകേഷ് എന്നാണ്. അപ്പം എനിക്കറിയാം, ഞാൻ ഒരു താങ്ക്സ് പറയാൻ വേണ്ടി ആണ് തടഞ്ഞു നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ കുട്ടി ചോദിച്ചു, താങ്ക്സ് എനിക്കെന്തിനാണ് താങ്ക്സ്? ഞാൻ പറഞ്ഞു, ഞാനിങ്ങനൊരു തീരുമാനം എടുത്തതായിരുന്നു. കുറച്ച് സീനിയറായിട്ട് ഇയാളുടെ ഒരു പതർച്ച കണ്ടപ്പോൾ എന്നിൽ ഇപ്പോഴും യൗവനം നല്ല തുടുത്ത് നിൽപ്പുണ്ട്. ഞാനിങ്ങനെ ലവ് സീൻസൊക്കെ ഉള്ള റോളുകൾ എടുക്കാൻ ഇനിയും പിന്നെ ബാധ്യതയുണ്ടെന്ന് മാത്രമല്ല അതിനുള്ള ശേഷിയുണ്ടെന്ന് ഇയാളൊരു 4-5 ദിവസം കൊണ്ട് എന്നെ പഠിപ്പിച്ചു. ഞാൻ പഴയ പോലെ വീണ്ടും കാമുകൻ്റെ റോൾ എടുക്കാൻ പോവുക. താങ്ക് യു. നമുക്ക് ഒരു സ്പാർക്ക് എവിടെ നിന്നാണ് കിട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് പോകുന്നിടത്തോളം ഇങ്ങനെയൊക്കെ പോട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹം. അതുപോലെ തന്നെ ഈ മത്തായി കുഴപ്പക്കാരനല്ല എന്ന ചിത്രം എന്താ പറയുക, വളരെ ഒരു കുടുംബ പ്രേക്ഷകർക്ക് വളരെ ഒരു നല്ലൊരു മെസ്സേജ്, പോസിറ്റീവ് മെസ്സേജ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ചിത്രമാണല്ലോ. എന്താണ് നമ്മളുടെ ഓഡിയൻസിനോട് പറയാനുള്ളത്? ഓഡിയൻസിനോട് എനിക്ക് കുറേ കാലമായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ എൻ്റെ അഭിപ്രായമാണ്, ഈ സിനിമ അഭിനയിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് തീർച്ചയായിട്ടും നിങ്ങളെല്ലാം കാണേണ്ട ഒരു സിനിമയാണ്. അത്ര റെലവൻസ് ഉള്ളതാണ്, അത്രയേറെ മെസ്സേജും വാർണിങ്ങും പിന്നെ ഒരു ജനനന്മയ്ക്ക് വേണ്ടിയുള്ളൊരു സിനിമയാണ്. പക്ഷേ സിനിമ കണ്ട് നല്ലതാണെങ്കിൽ പ്രോത്സാഹിപ്പിക്കുക, കൂടെയുള്ളവരെ കാണിക്കുക. ചീത്ത സിനിമ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സിനിമ ഞാൻ ഫോഴ്സ് ചെയ്ത് അങ്ങനെ ഒരു സംഭവമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ അവഗണിച്ച് ആരെയും കൃത്രിമമായിട്ട് ഒരു തെറ്റായിട്ടുള്ള ഒരു വാർത്ത ഉണ്ടാക്കി മോശമായിട്ടുള്ളൊരു സിനിമയാണെന്ന് പ്രചരിപ്പിച്ച് നല്ല സിനിമ ഇല്ലാതാക്കേണ്ടതല്ല. നല്ല സിനിമയാണെങ്കിൽ പ്രോത്സാഹിപ്പിക്കും.